നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് റിയാസ് പി ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മുന്നിൽ കുറച്ച് കാർഡുകളൊക്കെ ഇരിക്കുന്നത് കേട്ടോ, കുറച്ച് ലോയൽറ്റി കാർഡുകളൊക്കെ ഇരിക്കുന്നത്. ഇതെന്താണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് സാറിനോട് ചോദിക്കാം. ഇതെന്താണ് ഇനി കാർഡുമായിട്ട് വരാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം ഇന്ന് ഡിജിറ്റൽ യുഗത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോയി. അതെ, നമ്മൾ ക്യാഷിന് പകരം ഇന്ന് കാർഡാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഫോണുകൾ കാർഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാര്യം നമ്മൾ ആപ്പിൾ പേ, ഗൂഗിൾ പേ, അതോടൊപ്പം പിന്നെ സാംസങ് പേ എല്ലാം ഇങ്ങനെ ഒത്തിരി പേകൾ വരുന്നു. അതുപോലെ വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടൂളാണ് ശരിക്കും ലോയൽറ്റി കാർഡ്. ഇവിടെ കസ്റ്റമറും ബ്രാൻഡും തമ്മിലുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാർഡുകളാണ് ലോയൽറ്റി കാർഡ്. ഇതിൽ ഒത്തിരി കാർഡുകളുണ്ട്. ഇപ്പോൾ ഇത് ശുക്രൻ കാർഡാണ്, ഇത് ഓരോരോ ഷോപ്പുകൾ അല്ലെ. ഇപ്പൊ ലുലുവിന് ഒരു കാർഡ് ഉണ്ടാകും, അതുപോലെ തന്നെ നെസ്റ്റോയ്ക്ക് വേറൊരു കാർഡ് ഉണ്ടാകും, യൂണിയൻ കോപ്പിന് വേറൊരു കാർഡ് ഉണ്ടാകും, മദീനയ്ക്ക് വേറെ കാർഡ്. അതെ, ഓരോ ഷോപ്പിനും ഓരോ സൂപ്പർ മാർക്കറ്റിനും സെപ്പറേറ്റ് കാർഡുകളാണ് അല്ലേ. ഇതിന്റെ ഒരു വർക്കിംഗ് രീതിയാണ്. ഈ ബ്രാൻഡുകൾ, ഓരോ ബ്രാൻഡുകളും ഓരോ ബിസിനസ് ഓണേഴ്സും ഈ കാർഡ് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കസ്റ്റമറായിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി. അവരിൽ നിന്ന് അകലാൻ പാടില്ല, വീണ്ടും വീണ്ടും ഈ കസ്റ്റമർ വരണം. എന്നാൽ കസ്റ്റമർക്ക് ഇവിടെ ഉള്ള ഗുണം എന്താ വെച്ചാൽ ഈ കാർഡുമായിട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു അഡീഷണൽ ബെനിഫിറ്റ് അവർക്ക് കിട്ടും. കുറച്ച് പോയിന്റ് കിട്ടും. കുറേ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് എല്ലാം ഒരുമിച്ച് നമുക്ക് മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ചില സമയത്ത് ഗിഫ്റ്റ് ഓഫേഴ്സ്, ചില സമയത്ത് നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഈ കാർഡ് കൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ടെക്നിക്സ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. ഇവിടെ ബെനിഫിറ്റ് കസ്റ്റമേഴ്സിനാണോ അതോ ബിസിനസ്സുകാരനാണോ എന്ന് ചോദിച്ചാൽ 50-50 ബെനിഫിറ്റ്. രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റ് ഉണ്ട്. അവരുടെ ഗുണം എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥിരം കസ്റ്റമേഴ്സായി കാർഡ് ഉണ്ടെങ്കിൽ അവരുടെ കസ്റ്റമറാണ് എന്ന് പറയാം. അറബികൾ പറയും അമീൽ എന്നാണ് അവർ ഇതിന് കറക്റ്റായിട്ട് കസ്റ്റമർ. ഞാൻ നിന്റെ കസ്റ്റമർ അല്ലേ. നമുക്കാണെങ്കിൽ ഈ കാർഡ് കൊണ്ടുവന്നാൽ നമ്മൾ എത്ര പർച്ചേസ് ചെയ്യുന്നു, എത്ര ഇയാൾ നല്ല പവർഫുൾ കസ്റ്റമർ ആണോ എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാർഡിന്റെ ഒരു കോഡ് നമ്പർ ചെക്ക് ചെയ്താൽ അല്ലേ. സാധാരണ ഞാൻ നമ്മുടെ യൂണിയൻ കോപ്പില് അവിടെ തമായസ് എന്നൊരു കാർഡ് ഉണ്ട്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ഭയങ്കര ഓഫറാണ് കേട്ടോ. അതായത് നമുക്ക് 38-40 ദിറംസിന്റെ സാധനമൊക്കെ ചില സമയത്ത് ഈ കാർഡിലുണ്ടെങ്കിൽ 50% ഓഫർ കിട്ടും. അപ്പൊ നമ്മൾ ഈ കാർഡ് കൊടുക്കുന്നു, അപ്പൊ അവർ ചോദിക്കും തമായസ് ഉണ്ടോ ചോദിക്കും. ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അവരത് സ്കാൻ ചെയ്യുന്നു. ഈ നമുക്കൊരു ഭയങ്കര സന്തോഷം. ഈ 40 ദിറംസിന്റെ സാധനം നമുക്ക് 20 ദിറംസിന് കിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇത് കൂടാതെ കുറച്ച് നമ്മൾ പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു 1000 പോയിന്റ്സ് 2000 പോയിന്റ്സ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു 50 ദിറംസിന്റെ സാധനമായിരിക്കും അവർ തരിക. ചിലർ ഫ്ലൈറ്റ് ടിക്കറ്റ് പോലുള്ള സാധനങ്ങളല്ലേ വലിയ വലിയ ഗിഫ്റ്റുകൾ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ തമയസ് മീൻസ് യൂണിയൻ കോപ്പ്, ദുബായ് യൂണിയൻ കോപ്പിന്റെ കാർഡുകളാണ്. തമയസിന് മാത്രം അവിടെ കൗണ്ടേഴ്സ് ഉണ്ട്, ചില കൗണ്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ എമിറേറ്റ്സിന് സ്കൈവേർഡിന്റെ വളരെ വലിയ പ്രോഗ്രാമാണ് നടക്കുന്നത്. സ്കൈവേർഡ് പ്രോഗ്രാം പല രീതിയിൽ അവർ ഇതിന് അപ്ഗ്രേഡേഷൻ കിട്ടും, നമുക്ക് യാത്രാ ബെനിഫിറ്റ് കിട്ടും, ചിലപ്പോൾ ഫ്രീ ടിക്കറ്റ് കിട്ടും, ഇങ്ങനെയെല്ലാം ഉണ്ട്. അതേപോലെ എത്തിസലാത്തിനുണ്ട്. എത്തിസലാത്തിന് സ്മൈൽ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ നമ്മുടെ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻ ഇവർക്ക് വളരെ ഡീപ്പായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഓരോ ബിസിനസിന്റെ ഒരു ട്രിക്കാണ് ഒരു ഭാഗത്ത്. എന്നാൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഈ ഹാപ്പിയാണ്. കാരണം നമുക്കൊക്കെ ഈ എന്തെങ്കിലും സൗജന്യമായിട്ടൊക്കെ കിട്ടാനായിട്ടൊക്കെ അല്ലേ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾക്ക് ഒരു കടയിൽ നിന്ന് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. അപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പൊ അത് നമ്മൾ സാറ് പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ ആ ഒരു ഇപ്പം എനിക്ക് ലുലുവിന്റെ ഒരു കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ യൂണിയൻ കോപ്പിന്റെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം അവിടുന്ന് മാത്രമേ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുള്ളൂ. കാര്യം എനിക്ക് ആ പോയിന്റ് എന്റെ ഒരു ആംബിഷൻ ഒരു 5000 പോയിന്റ്സ് കിട്ടിയാൽ എനിക്കൊരു 100 ദിറംസ് വൗച്ചർ കിട്ടുമായിരിക്കും. അപ്പൊ നമ്മൾ അത് കളക്ട് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. ഈവൻ ചെറിയൊരു പർച്ചേസിന് പോലും നമ്മൾ അവിടെ പോകും. ചെറിയ നമ്മുടെ ഈ പോയിന്റ് കളയണ്ടല്ലോ, നമ്മൾ പോയിന്റ് അക്യുമുലേറ്റ് ചെയ്ത് നമുക്ക് ഒരു ഭാവിയിൽ നല്ലൊരു ബെനിഫിറ്റ് കിട്ടും. അതോടൊപ്പം തന്നെ ഇതിൽ കുറേ ആപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആപ്സ്, മൊബൈൽ ആപ്സ്. നമുക്കറിയാം എത്തിസലാത്തിലൊക്കെ ആപ്പാണ്, കാർഡല്ല ആപ്പ്. ഇപ്പോൾ നമുക്ക് ഈ മൊബൈലിൽ പുതിയ സ്മാർട്ട് ഫോൺ വന്നതിന് ശേഷം ഈ കാർഡുകളൊക്കെ ഈ ആപ്പിലേക്ക് മാറി. അത് നമുക്കറിയാം ഇത്രയും കാർഡുകൾ നമ്മൾ ഈ വാലറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ആളുകൾ കാർഡ് വാലറ്റാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ക്യാഷ് വാലറ്റ് ആയിരുന്നു. ഇപ്പോൾ വാലറ്റുകൾ ആളുകൾ കൂടുതൽ കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഇനി ഇതും നമുക്കൊരു ഭാരമായിട്ട് തോന്നും. ആ സമയത്ത് നമ്മൾ അധികം മൊബൈൽ ആപ്പിലേക്ക് നമ്മൾ മാറിയിട്ട് മൊബൈൽ ആപ്പിൽ നമുക്ക് കാർഡുകൾ ആഡ് ചെയ്യാം. എല്ലാം ഭയങ്കരമായിട്ട് ഈസി ആക്കുക എന്നതാണ് മെത്തേഡ്സ്. അപ്പോൾ ഈ ലോയൽറ്റി പ്രോഗ്രാം എന്നത് തന്നെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്.
ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു നല്ല ലോയൽറ്റി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നല്ല ലോയൽറ്റി ഇപ്പോൾ ചെറിയ ബിസിനസ്സുകാരുണ്ടാവും, ഇപ്പോൾ ഒരു ഗ്രോസറി സ്റ്റോർ അല്ലെങ്കിൽ ചെറിയ സൂപ്പർ മാർക്കറ്റിൽ നടത്തുന്ന ആളുകൾക്ക് അവർക്കും നല്ല ലോയൽറ്റി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അതിനവർക്ക് പ്രൈമറി അവർക്ക് വേണ്ട നല്ലൊരു ആപ്ലിക്കേഷൻ വേണം, നല്ല സോഫ്റ്റ്വെയർ സപ്പോർട്ട് വേണം. നല്ല സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ ലോയൽറ്റി പ്രോഗ്രാം വലിയ ഹൈപ്പർ മാർക്കറ്റ് അവർ SAP പോലുള്ള സോഫ്റ്റ്വെയർസ് ആണ് യൂസ് ചെയ്യുക. SAP അതിൽ ലോയൽറ്റിക്കായിട്ട് അവർക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ചെറിയ ബിസിനസ്സുകാർക്ക് അവർക്ക് ലോയൽറ്റി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കാര്യം കസ്റ്റമർ റിലേഷൻ ആണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഓരോ കസ്റ്റമറും കിങ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കിങ് ആണ് യഥാർത്ഥ കസ്റ്റമേഴ്സ്. അപ്പോൾ അതുപോലെ തന്നെ കസ്റ്റമർ ഹാപ്പിനെസ് പ്രോഗ്രാംസ്, നമുക്ക് ഹാപ്പിനെസ് സെന്റേഴ്സ് എന്നൊക്കെ ദുബായിൽ പലയിടത്തും ഉണ്ടല്ലേ ഹാപ്പിനെസ് സെന്റേഴ്സ്. അപ്പോൾ ഓരോരുത്തരും ഓരോ കസ്റ്റമർ ഹാപ്പി ആയിരിക്കണം. മനുഷ്യരുടെ ആഗ്രഹം നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ ഓരോ കസ്റ്റമറും ഹാപ്പി ആക്കുക എന്നുള്ളത് ഒരു ബിസിനസ്സുകാരൻ്റെ അൾട്ടിമേറ്റ് ആണ്. അപ്പോൾ അവർക്ക് ഹാപ്പിനെസ് കൊടുക്കാനുള്ള ഒരു മാർഗമാണ് ഈ ലോയൽറ്റി പ്രോഗ്രാം. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെ ആദ്യകാലം ഈ കറൻസി ഒക്കെ വരുന്നതിന് മുമ്പ് കാലങ്ങളിൽ നമുക്കറിയാം നമ്മുടെ കച്ചവടങ്ങൾ നടന്നിരുന്നത് ഈ ബാർട്ടർ സിസ്റ്റം പോലെയാണ് അല്ലേ. കുരുമുളക് കൊടുക്കുക, ഏലക്ക മേടിക്കുക അല്ലെ, കാപ്പിക്കുരു കൊടുക്കുക, ഗ്രാമ്പു മേടിക്കുക, വാക്ക മേടിക്കുക. അതായത് അന്ന് നമുക്ക് കറൻസി ഉണ്ടായിരുന്നില്ല. അപ്പൊ സാധനങ്ങൾ കൊടുക്കുക, സാധനങ്ങൾ തിരിച്ചു വരും. ഇത് ഏകദേശം അതുപോലെ തന്നെ നമ്മള് ക്യാഷ് ഇല്ലല്ലോ. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന കുറച്ച് പോയിന്റ് ബോണസ് കിട്ടുന്നു. ഇവിടെ നമ്മൾ അങ്ങോട്ട് ക്യാഷാണ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ മണി നമ്മൾ പേ ചെയ്യുന്നു. പക്ഷെ നമുക്ക് അഡീഷണലി നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നതോടൊപ്പം സാധനങ്ങൾ കിട്ടുന്ന കുറച്ച് അഡീഷണൽ പോയിന്റ്സ് നമുക്ക് ആഡ് ഓൺസ് തരുന്നു. എന്താണ് നമുക്ക് ക്യാഷ് ആയിട്ട് നമുക്ക് തിരിച്ചു തരാൻ പറ്റില്ല. അപ്പൊ അന്നേരം അവരെന്ത് ചെയ്യുന്നു, ബോണസ് പോയിന്റ്സ് ആയിട്ട് തരുന്നു. പക്ഷെ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ ഇപ്പൊ കാർഡ് തമയ കാർഡ് ഇല്ലെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്റെ കാർഡ് നമുക്ക് വാട്സപ്പിൽ അയച്ചു തരും, നീ മേടിക്കുന്ന സാധനം ഇതിനകത്തോട്ട് കയറ്റിക്കോ കേട്ടോ എന്ന്. കാരണം ആ ഒരു ഈ റെന്റില് ഈ അക്യുമുലേറ്റ് ചെയ്ത പോയിന്റ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടും. അതുപോലെ ഈ സൂപ്പർ മാർക്കറ്റിന്റെ മെനു എല്ലാം വെക്കും. ഇവരുടെ ഫ്ലയേഴ്സ് ഉണ്ടല്ലോ സൂപ്പർ മാർക്കറ്റ്, ധാരാളം പല സൂപ്പർ മാർക്കറ്റും പല ഓഫേഴ്സ് ആയിരിക്കും. ഇവിടെ തക്കാളിക്ക്, അവിടെ ഉള്ളിക്ക്, അവിടെ പച്ചമുളകിനൊക്കെ ആയിരിക്കും ഓഫർ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സാധനം വാങ്ങും, അവിടെ നിന്ന് ഒരു സാധനം വാങ്ങും, മറ്റേ. അപ്പോൾ പല സൂപ്പർ മാർക്കറ്റിന്റെ കാർഡുകൾ ഉള്ള ആളുകളുണ്ട്. അവിടുന്ന് ഈ സാധനം ബെനിഫിറ്റിൽ കിട്ടും, ഈ ബോണസും കിട്ടും. നമ്മൾ ബെനിഫിറ്റ് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ മീൻസ് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് പ്രൈസ് കുറയാണ്. പിന്നെ അതുപോലെ പുതിയ ആളുകൾക്ക് ഇവരായിട്ട് കോമ്പറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരം പുതിയ ഐഡിയാസ് ടെക്നിക്സ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യൽ വളരെ നിർബന്ധമാണ്. അപ്പോൾ അവരും ഇങ്ങനെ കൊണ്ടുവരും. നമ്മൾ ഈ റോഡിലൊക്കെ നടക്കുന്ന സമയത്ത് ചില സമയത്ത് പിസ്സ കാണാം. നിങ്ങൾ മറ്റൊരു ടെക്നിക്കാണ് അത്. അതൊരു പ്രീപെയ്ഡ് ആണ്. നമ്മൾ നേരത്തെ കാശ് കൊടുക്കുന്നു. നമ്മൾ പ്രീപെയ്ഡ് ആയിട്ടുള്ള ഒത്തിരി മൊബൈലിൽ നമ്മൾ പ്രീപെയ്ഡ് ഉണ്ട്, പോസ്റ്റ് പെയ്ഡ് ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കാശ് കൊടുക്കുന്നു, നേരത്തെ കാശ് കൊടുക്കുന്ന പോലെ. അപ്പോൾ അതിലുള്ള 2 പിസ്സ നിങ്ങൾക്ക് ഫ്രീ കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, 4 പിസ്സയ്ക്ക് നമ്മൾ ആദ്യം കാശ് കൊടുക്കുന്നു, 2 പിസ്സ ഫ്രീ കിട്ടുന്നു. അതുപോലെ കാർ വാഷിന്റെ മറ്റൊരു ടെക്നിക്കാണ്. നിങ്ങൾ 4 കാർ വാഷ് ചെയ്താൽ 2 കാർ വാഷ് ഫ്രീ എന്ന് പറയും. ആദ്യത്തെ 2 കാർ വാഷ് ഫ്രീ. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഇനീഷ്യേറ്റ് ചെയ്യും, ഫസ്റ്റ് കാർ വാഷ് നമുക്ക് ഫ്രീ കിട്ടും. ഇത് എനിക്കും ഉണ്ട് കേട്ടോ. എനിക്കൊരു ചെറിയ പട്ടിക്കുട്ടിയുണ്ട്. അവൾക്ക് ഒരു കാർഡുണ്ട് ഇതുപോലെ തന്നെ, ഒരു കുട്ടി ലോയൽറ്റി. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു ലോയൽറ്റി കാർഡുണ്ട്. അതും ഇത് പറഞ്ഞ പോലെ തന്നെ 5 തവണ നമ്മൾ അവൾക്കുള്ള ഗ്രൂമിങ് ചെയ്ത് കഴിയുമ്പോൾ, കുളിപ്പിക്കൽ ചെയ്ത് കഴിയുമ്പോൾ 6ാമത്തത് ഫ്രീ ആണ്. അപ്പോൾ എന്താ ഈ 6ാമത്തത് ഫ്രീ കിട്ടാൻ വേണ്ടി ഞാൻ ഇനി എത്ര ചില സമയത്തൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ കുളിപ്പിക്കുന്നത്, എങ്കിൽ പോലും ഇത്രയും നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ. ഈ 5 ഡിവൈഡഡ് ബൈ ഇത്ര ഇത്ര മറ്റടുത്തായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇച്ചിരി 10 രൂപ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ ഈ 6ാമത്തെ ഫ്രീ കിട്ടിയാലേ നമുക്കൊരു ഈക്വൽ ആവത്തുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അവരോട് കൂടെ നിന്നിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ പോലും ഞാൻ അവരെ വിട്ടു പോകത്തില്ല. കാര്യം ഇത് 5 കഴിഞ്ഞ് കിട്ടിയിട്ട് എനിക്ക് 6ാമത്തെ ഫ്രീ കിട്ടാനായിട്ട്. ശരിക്കും അത് ശരിക്കും ഒരു ട്രിക്കാണല്ലേ നമ്മൾ ആ ഒരു. അപ്പൊ അവരുടെ കസ്റ്റമറായി നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ 6 പട്ടിക്കുട്ടിയാണെങ്കിൽ കുളിപ്പിക്കൽ അല്ലെങ്കിൽ 6 കാർ വാഷ് നമ്മൾ ഒരു സെന്ററിൽ പോയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 100% സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പോലും നമ്മൾ അവിടുന്ന് മാറുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് 6ാമത്തെ ഫ്രീ കിട്ടും, അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറാം എന്ന് ചിന്തിക്കും. ശരിക്കും ഒരു
ഹുക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട്. ഈ കസ്റ്റമറെ എങ്ങനെ നമ്മളിൽ ഹുക്ക് ചെയ്ത് നിർത്താം. റൈൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ബുക്കാണ്. അപ്പോൾ ഇതിൽ ശരിക്കും ഒത്തിരി നമ്മൾ ഈ മാർക്കറ്റിംഗ് ഒക്കെ കാണുമ്പോഴും ഇതിലൊക്കെ ഒത്തിരി മാർക്കറ്റിംഗ് ഐഡിയാസ് ഇവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. കസ്റ്റമറെ എങ്ങനെ നമ്മൾ ഹാപ്പിയാക്കി നിർത്താം, ഇവരെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ ആഫ്റ്റർ സെയിൽസ് എങ്ങനെ കറക്റ്റായി ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടാണ് യഥാർത്ഥത്തിൽ ഈ ലോയൽറ്റി എന്ന് പറയുന്നത്. പിന്നെ അവരുടെ കസ്റ്റമർക്ക് മാർക്കറ്റ് ചെയ്യാൻ ഈ ലോയൽറ്റി പ്രോഗ്രാമിൽ നമ്മുടെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ടാവും. ഇമെയിൽ ഐ ഡി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അന്നേരം അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. നമുക്ക് മെയിൽ വരുന്നു. എന്തെങ്കിലും ഓഫർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലി വാട്സാപ്പിൽ വരാറുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഈ ലോയൽറ്റി. അത് കസ്റ്റമറും സപ്ലയറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നമ്മുടെ മാർക്കറ്റ് യഥാർത്ഥത്തിൽ വിവിഡ് മാർക്കറ്റ്, വളരെ വലിയ മാർക്കറ്റാണ്. മാർക്കറ്റിനുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യമാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ലൈഫിന്റെ പാർട്ടായി മാറി ലോയൽറ്റി കാർഡ്സ് എന്ന് പറയുന്നത്. സത്യമാണ്. കാര്യം വെച്ചാൽ നമ്മൾ ഒരു 10 വർഷം മുമ്പുള്ള പോലെ, ഞാനൊക്കെ ഇവിടെ ദുബായിൽ വന്നിട്ട് കുറേ വർഷമായതാണ്. അപ്പം ഞാൻ വരുമ്പോൾ ഇവിടെ ദുബായിൽ ആകെ ഒരു ഒറ്റ ലുലു സെന്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഈസ് ലുലു സെന്റർ ആണ്. അതുപോലെ തന്നെ കരാമ ലുലു, അതുപോലെ കുട്ടി കുറച്ച് എന്താ പറയുക, ഈ ഗ്രോസറി ഷോപ്പുകളൊക്കെ വളരെ ചെറുതായിട്ടുള്ള അവിടെ ഇവിടെ. പക്ഷെ ഇപ്പം നോക്കിക്കേ, നമ്മൾ ലുലു ഇല്ലാത്ത ഒരു സ്ഥലമില്ല. അതുപോലെയാണ് നമ്മുടെ ലൈഫ് ഫാർമസി, കാരിഫോർ. ഈ ലൈഫ് ഫാർമസി ഉണ്ട്, ഓരോ 2 ബിൽഡിംഗ് കഴിഞ്ഞാലും ലൈഫ് ഫാർമസി ഉണ്ട്. പക്ഷെ ആദ്യകാലങ്ങളിൽ ഇതില്ല. അപ്പം നമ്മൾ ഷോപ്പുകൾ കൂടുന്ന അനുസരിച്ച് എനിക്ക് തോന്നുന്നു കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കസ്റ്റമറെ ഒരു ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പിടിച്ചു നിർത്തുക എന്നുള്ളത് അവരുടെ മാത്രം ഒരു ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ? അതൊരു ടാസ്ക് തന്നെയാണ്. കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണ്. എല്ലാവരും പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ ഹാപ്പിനെസ് പ്രോഗ്രാംസ് അതിന്റെ ഒരു ഭാഗമാണ് ഈ ലോയൽറ്റി കാർഡുകൾ. അപ്പം ഈ ഒരു കുഞ്ഞൻ കാർഡ്, ഒരു ലോയൽറ്റി കാർഡിനെ പറ്റി കുറച്ച് അറിവുകളൊക്കെ നമുക്ക് കിട്ടിയല്ലേ. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഓരോ ലോയൽറ്റി കാർഡ് നമുക്ക് കിട്ടുന്ന ബോണസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ആണ് നമ്മുടെ ബോണസ് ആയിട്ട് വരുന്നത്. അപ്പം ഇന്നത്തെ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? മറ്റൊരു വിഷയവുമായി വീണ്ടും നമ്മൾ കാണുന്നിടം വരെ നന്ദി.